നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ പ്രവൃത്തി പരിചയം ഉള്ളവർ, അതായത് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർ, 4 മുതൽ 6 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സുമാരെ ആവശ്യമുള്ള ഒരു കമ്പനി ടെക്നോപാർക്ക് ട്രിവാൻഡ്രത്തിൽ അവർ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ഒരു പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ് ആണ് എങ്കിൽ, ഒരു 4 മുതൽ 6 വർഷം വരെ അനുഭവപരിചയമുള്ള ഒരു സീനിയർ പൊസിഷൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ, നല്ലൊരു കമ്പനിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരുവനന്തപുരം ടെക്നോപാർക്കിലെ ഒരു മികച്ച കമ്പനി ഓപ്പർച്യൂണിറ്റി തരുന്നു. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് കേട്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടെക്നോപാർക്ക് തിരുവനന്തപുരത്ത് നിള ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്. എക്സ്പെർട്ടൈസ് ടെക്നോളജി സൊല്യൂഷൻസ്. അവർക്കാണ് സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ തേടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നല്ല പേ സ്കെയിലിൽ നല്ലൊരു സാലറി സ്ട്രക്ചർ, നല്ല കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ കേപ്പബിലിറ്റി അനുസരിച്ച് അവർ പേ ചെയ്യാൻ തയ്യാറാണ്. കാരണം അവർ ഡെസിഗ്നേഷൻ തന്നെ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു അനുഭവ പരിചയമുള്ളവർ, 4 മുതൽ 6 വർഷം വരെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവൃത്തി പരിചയം ഉള്ളവരെയാണ് അവർ ഈ പൊസിഷന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ റിഡക്സിൽ അല്ലെങ്കിൽ റിയാക്റ്റിൽ ഉള്ള എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. C#, അതും അല്ലെങ്കിൽ ജാവ, SQL, പ്രോസ്ക്രേ, SQL മുതലായ കാര്യങ്ങളിലൊക്കെ ഒരു ധാരണ വേണം. ജാവാസ്ക്രിപ്റ്റിലുള്ള ഒരു നല്ല നോളജ് വേണം. ക്യൂബർനെറ്റ്സ് പോലെയുള്ള ടെക്നോളജികളിൽ നല്ല പരിജ്ഞാനം വേണം. ഇതുകൂടാതെ മറ്റേതെങ്കിലും ലാംഗ്വേജുകളിലെല്ലാം ഉള്ള നല്ല കോൺഫിഡൻസും കേപ്പബിലിറ്റിയും ഉള്ള കാൻഡിഡേറ്റ്സിന്, അതും 4 മുതൽ 6 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തീർച്ചയായും ഇത് നല്ലൊരു അവസരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവർ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് ഒരു ഇമെയിൽ ID തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ, നിങ്ങളുടെ ഇതുവരെയുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ പ്രോജക്റ്റുകൾ ഏതൊക്കെ തരത്തിലുള്ളത് നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കേപ്പബിലിറ്റി, സ്കിൽ സെറ്റ്സ് നിങ്ങൾക്കുണ്ട്, ഏതൊക്കെ കഴിവുകൾ നിങ്ങൾ വളർത്തിയെടുത്തു ഇത്രയും കാലം കൊണ്ട് എന്നൊക്കെ ഉള്ളതെല്ലാം കാണിച്ച് നല്ല ഡീറ്റെയിൽഡ് ഒരു പോർട്ട്ഫോളിയോ വെച്ച് നല്ലൊരു റിച്ച് ആയുള്ള റെസ്യൂമേയും കൂടെ വെച്ച് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായും ഇത് വളരെ മികച്ച ഒരു അവസരമാണ്. സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പൊസിഷൻ കൂടിയാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ജനുവരി 10 ഈ ആപ്ലിക്കേഷൻ എത്തിയിരിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ജനുവരി 10 ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും മനോഹരമായ ഈ അവസരം ഒന്ന് ഗ്രാബ് ചെയ്യാനായി ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ അവസരം ഉപയോഗപ്രദമല്ല എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപക്ഷെ ഇത് ഉപകാരപ്പെട്ടേക്കാം. അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.